ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? വ്യക്തിത്വ വികസനം തന്നെ. അപ്പോൾ ഈ വീഡിയോ തമ്പനെയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തവർ പോലും എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? തൻ്റെ ലൈഫ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം, തൻ്റെ പെരുമാറ്റ രീതികൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട് അല്ലേ, തനിക്ക് കുറച്ചും കൂടെ ആത്മവിശ്വാസം വരാനുണ്ട്. അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വ്യക്തിത്വ വികസനം എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യും? സമയമെടുത്ത്, പെട്ടെന്ന് പറ്റത്തില്ലല്ലേ, നമ്മൾ അതിന് ശ്രമിക്കണം. അപ്പോൾ ആ ശ്രമത്തിലൂടെ കാലക്രമേണ എന്ത് ചെയ്യും? അതിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമല്ലേ? അങ്ങനെ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇത് ആ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആശയവിനിമയ ശേഷി ഉണ്ടാകും, സമൂഹവുമായിട്ട് ഇടപഴകാൻ സാധിക്കും. ഇങ്ങനെ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വ്യക്തിത്വ വികസനത്തിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇവിടെ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പറയാം. നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ, സ്വയം നമുക്ക് ഒരു അവബോധം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സ്വന്തമായിട്ട് നമുക്ക് സ്വയം അറിയണം അല്ലേ? നമ്മുടെ കഴിവുകളും പരിമിതികളുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അല്ലേ? അപ്പം അതിനായിട്ടുള്ളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കഴിവുകൾ എന്താണോ ആ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിച്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ ബെറ്ററാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അതേസമയം നമ്മളുടെ പരിമിതികളാണെങ്കിലോ, ആ പരിമിതികൾ കുറച്ച് സമയമെടുത്ത് നമുക്ക് നേട്ടത്തിലേക്ക് തന്നെ എത്താൻ സാധിക്കും. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും പഠിക്കുക എന്നുള്ളതാണല്ലേ. നമുക്ക് നമ്മുടേതായൊരു അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ തുറന്ന് പറയാൻ പഠിക്കണം. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. അവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകാം, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, ഇടപഴകാം. മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അതുവഴി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പഠിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട്, സന്തോഷം ഉണ്ടാകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ടല്ലേ, അതുപോലെ മറ്റുള്ളവർക്കും വിഷമങ്ങളും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് അവരോട് പെരുമാറാനും നമ്മുടെ സംസാര രീതി ആ രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന വഴിക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പോയിട്ടുണ്ട് എങ്കിൽ, നമ്മളറിയാതെയാണ് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, ഉറപ്പായിട്ടും അതിന് സോറി പറയണം. അതൊക്കെ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമാണ്. ആരെയും അറിഞ്ഞുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക, അത് വ്യക്തിത്വ വികസനത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് പ്രതിരോധ ശേഷിയാണ്. എന്ന് വെച്ചാൽ പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാനും അവയെ തരണം ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യരല്ലേ,
ഒരുപക്ഷെ നമ്മുടെ മനസ്സൊന്ന് ഉലഞ്ഞിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ഇരിക്കാതെ നമ്മൾ ഉയർന്നെഴുന്നേൽക്കണം. നമ്മൾ ആ ഒരു ഘട്ടം, ആ കടമ്പ കടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയും ചടഞ്ഞുകൂടി ഇരിക്കാതെ നമ്മൾക്ക് വന്നിരിക്കുന്ന ആ ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യണമല്ലേ? എങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. തളർന്നിരിക്കാൻ ആർക്കാണ് കഴിയാത്തത്? ആർക്കും സാധിക്കും. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ലൈഫ് എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ. നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെന്താണ്, അല്ലേ, നമുക്കത് സാധിക്കുമെന്ന് നമുക്ക് സ്വയമെങ്കിലും നമുക്കത് അറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോയി നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും തയ്യാറാകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എപ്പോഴും ഒരേ കണക്ക് ആയിരിക്കില്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ ഏത് സാഹചര്യമാണോ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് പോകാനും ഒക്കെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ മനസ്സാക്ഷിക്ക് ഏതാണ് നല്ലത് എന്ന് ബോധം എപ്പോഴും നല്ലതാണ്. അപ്പോൾ നല്ല ബന്ധങ്ങൾ, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റ രീതികൾ, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. താങ്ക് യു.